രാജസ്ഥാനിൽ ഭാര്യയും കാമുകനും ചേർന്ന് യുവാവിനെ വിഷം കൊടുത്തു കൊലപ്പെടുത്തി. പിടിക്കപ്പെടാതിരിക്കാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തുവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇരുവരും തമ്മിലുള്ള പ്രണയബന്ധം ഭർത്താവ് അറിഞ്ഞതോടെയാണ് ഇത്തരമൊരു ക്രൂര കൊലപാതകത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. രാജസ്ഥാനിലെ പിസാങ്കോൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു വിമലയും ഗോപാലും തമ്മിലുള്ള പ്രണയബന്ധത്തെപ്പറ്റി ഭർത്താവായ മുകേഷ് അറിയുന്നത്. കഴിഞ്ഞ 2 വർഷമായി മുകേഷ് അറിയാതെ പ്രണയത്തിലായിരുന്നു വിമലയും ഗോപാലും. ഏകദേശം 8 ദിവസം മുൻപാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി മുകേഷ് അറിയുന്നതും ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളൊക്കെ നടക്കുന്നതും. അതിനുശേഷം മുകേഷിന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള ഭീഷണികളും വിമലയ്ക്ക് നേരെ ഉണ്ടായി എന്ന് അവർ പറയുന്നു. ഇത് ദമ്പതികൾക്കിടയിൽ വലിയ തരത്തിലുള്ള തർക്കത്തിനൊക്കെ വഴിവെക്കുകയും ചെയ്തു. ഈ വൈരാഗ്യമാണ് സംഭവത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കൂടാതെ ഗോപാൽ മുകേഷിനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഇപ്പോൾ പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. कल पिसांगन थाने में इस तरह का एक मामला आया था जहां एक पुरुष की बॉडी घर पर मिली थी, जिसमें प्रथम जो सूचना मिली थी उसमें ये मिली थी कि भाई ये जहर खा के इसकी मृत्यु कारित हुई है। आगे अनुसंधान किया गया तो ये पाया गया कि उस शख्स की हत्या की गई थी। और इसमें जब फर्दर हमने इन्वेस्टिगेशन की तो 3 लोगों का नाम आया, जिनसे अभी डिटेन करके हम पूछताछ कर रहे हैं और आगे वैधानिक कार्रवाई जो भी होगी उस हिसाब से की जाएगी। महिला जो थी उसकी अपने पति से अनबन थी और 2 अन्य पुरुषों के भी नाम हैं जो सामने आए, जिनको हमने डिटेन किया है और आगे पूछताछ कर रहे हैं। ग्रामीण क्या मांग कर रहे हैं सर? उनकी मांगों पर किस तरीके से? ग्रामीण जो महिला के जो बच्चे थे उनको नौकरी दिलाने की और मकान दिलाने की इत्यादि मांगे कर रहे हैं. ഈ കൊലപാതകം ചെയ്യാനായി വിമലയ്ക്കും ഗോപാലിനുമൊപ്പം മറ്റ് 2 കൂട്ടാളികൾ കൂടി ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൊലപാതക ശേഷം ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനും ഈ പ്രതികൾ ശ്രമിച്ചു. വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം മുകേഷിന് മുകളിലൂടെ ചുവന്ന മരുന്നൊഴിക്കുകയും ചെയ്തു. ഇവർ 4 പേരും ചേർന്ന് ബലമായാണോ മുകേഷിന് വിഷം നൽകിയത് എന്നതും ഒരു സംശയമായി ഇപ്പോൾ ബാക്കിയാവുകയാണ്. കൃത്യമായ മരണകാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ വ്യക്തമാകൂ എന്നാണ് പോലീസും വിശദീകരിച്ചിരിക്കുന്നത്. കൊലപാതകത്തിൽ പ്രതിഷേധവുമായി മുകേഷിന്റെ ബന്ധുക്കൾ രംഗത്തെത്തുന്ന സാഹചര്യവുമുണ്ടായി. അവരിൽ ചിലരുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ग्राम नातुतला में कृषि कार्य करता था मुकेश। उसकी बिमला और उसके अन्य सहयोगी ने मिलकर उसकी हत्या कर दी है ग्राम नातुतला के अंदर। और ये 5 बच्चे हैं, इसके अनाथ हो गए हैं। तो हम प्रशासन से यही मांग करते हैं कि इन बच्चों का भविष्य देख के और उक्त आरोपी की जो जितनी भी संपत्ति है वो कुड़क और नीलाम करके उक्त प्रॉपर्टी को इन बच्चों के नाम की जाए। हमारी मांग ये है कि जब तक हमारे भतीजे को न्याय नहीं मिले, जब तक हम यहाँ से मोर्चरी से कहीं जाने वाले नहीं है। और दूसरी बात, ये बच्चे हैं आज कब 18 साल के होंगे। इनकी माँ ने इनके पिता का मर्डर करके वो तो वैसे ही चली गई और इसके पिता वैसे शांत हो गए, तो ये तो अनाथ हो गए। इनका रखवाला कौन है? तो हम ये प्रशासन से मांग करते हैं कि एक तो इनको उचित न्याय मिले. വ്യാഴാഴ്ച രാവിലെയാണ് മുകേഷിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നിലവിലിപ്പോൾ ഭാര്യയായ വിമലയെയും കാമുകൻ ഗോപാൽ സിംഗിനെയും കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ഭാര്യ കൊലപാതകം സമ്മതിച്ചതിനാൽ തന്നെ പോലീസ് പ്രതികളുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിൽ നിന്നാണ് മറ്റൊരു ദാരുണമായ വാർത്ത പുറത്തുവരുന്നത്. അവിടെ ഒരു മുൻ ഗ്രാമത്തലവൻ അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. കൊലപാതകികൾ ആരെന്നോ കൊന്നതെന്തിനെന്നോ പോലും ഇപ്പോഴും വ്യക്തമല്ല. പ്രതികൾക്കായുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.